ഫ്രണ്ട്സ്, ഏവർക്കും കുഞ്ഞുമോൾസ് നാടൻ രുചികളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പഴുത്ത മാങ്ങ വെച്ചൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ച് ഒരു കറി. അതിന് ആവശ്യമായിട്ടുള്ള പഴുത്ത മാങ്ങ പൊളിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് ചേരുവകൾ തേങ്ങ ചിരകിയത് അരപ്പിന് വേണ്ടിയിട്ടാണ്. ചെറിയ ഉള്ളി, കാന്താരി മുളക്, ജീരകം. ഇത് താളിച്ചെടുക്കാനായിട്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. മുളക് പൊടി, പുളിയുടെ സത്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഇതിന് എടുത്തിരിക്കുന്നത്. വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് മാങ്ങായിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു തണ്ട് കറിവേപ്പില, ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം, ഇത്രയും ഒഴിച്ച് ഇതൊന്ന് ഇളക്കി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇനി മാങ്ങ വെന്ത് വരുമ്പോഴേക്കും അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, ഒരു തണ്ട് കറിവേപ്പില, കാന്താരി മുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇവിടെ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും അതിലേക്ക് അരച്ചു വെച്ച തേങ്ങ അരപ്പ് ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് തിളപ്പിക്കാം. ഇതിലേക്ക് അല്പം വാളംപുളിയുടെ സത്ത് ചേർക്കാം. പുളിക്ക് വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനിയും ഇതിന്റെ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിന് താളിച്ച് ചേർക്കാനായിട്ട് കടുക് പൊട്ടിക്കാം. ഇവിടെ പാനിൽ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കും. കൂടാതെ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക്, ചെറുതായിട്ട് ഉള്ളി, ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കും. ഇത് കൊണ്ട് കറിവേപ്പില ഇടാം. ഇനിയും ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഉലുവാപ്പൊടി, കായപ്പൊടി, സ്വല്പം മുളക് പൊടി ഒരു കളറിന് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് കറിയിലോട്ട് ഒഴിക്കാം. ഇവിടെ പഴുത്ത മാങ്ങ തേങ്ങ അരച്ചു വെച്ച് കറി ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.